ഒരു വളരെ കൗതുകരമായ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലേക്കാണ്. നമുക്കിപ്പോൾ എന്തൊക്കെ അല്ലേ വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങളൊക്കെ നമ്മൾ കഴിച്ചാലും ഈ ഇലയിൽ പൊതിഞ്ഞ ചോറും കറികളും ഒക്കെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് അനുഭവിച്ചിട്ടുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ പൊതിച്ചോറുമൊക്കെയായി തങ്ങളുടെ പഴയ സ്കൂളിലേക്ക് കുറച്ച് പേർ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കൂട്ടുകാരാണ്. അപ്പോൾ അവർ ആ പഴയ ഓർമ്മകളൊക്കെ വീണ്ടും ആ പൊതിച്ചോറിലൂടെ രുചിച്ചു നോക്കിയാണ് കാണാം. പതിറ്റാണ്ടിന് ശേഷം അവർ ഒന്നിച്ചുകൂടി. ഓരോ പടികൾ കയറുമ്പോഴും ഓർമ്മകളിൽ തിരയിളക്കം, ഉള്ളിൽ ഒറ്റ ആഗ്രഹം മാത്രം. 84-ലെ ആ 7ാം ക്ലാസ്സുകാരെ പോലെ ഒന്നിച്ചിരുന്ന് പൊതിച്ചോറ് കഴിക്കണം. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ US നിന്ന് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പോൾ ഒരു ഐഡിയ ആണ്, ഇങ്ങനെ ഒരുമിച്ച് സ്കൂളിൽ പോയി സ്കൂളൊക്കെ ഒന്ന് കാണണം, പള്ളിയിലൊക്കെ ഒന്ന് പോകണം, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം. അപ്പോൾ പൊതിച്ചോറിനുള്ള ഒരു ഐഡിയ വന്നു. ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, എന്താ പറയുന്നത്, ഒന്നും പറയാൻ പറ്റുന്നില്ലാത്തൊരു മൊമെൻ്റ് എന്ന് പറയും. ശരിക്കും ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഒരിക്കലും അങ്ങനെ ഷെയർ ചെയ്ത് ഇപ്പം നമ്മളെ കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ ഒരു മൊമെൻ്റ് കിട്ടിയിട്ടില്ല. ഇടയ്ക്കെപ്പോഴോ അവർ പോലും അറിയാതെ കാലം പിന്നിലേക്ക് പോയി. പറമ്പിൽ നിന്നും വാഴയില വെട്ടിയെടുത്ത് വാട്ടി അതിൽ ആവി പറക്കുന്ന ചോറും കറിയും പൊതിഞ്ഞു കെട്ടി സ്കൂളിലേക്ക് പോയ കാലം. അവർ വളരുന്നതിനൊപ്പം തന്നെ അവരെ വളർത്തിയ സ്കൂളും ഒരുപാട് വളർന്നു. ഓടിട്ട കെട്ടിടവും സിമൻറ്റ് തറയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ക്ലാസ് റൂം വൃത്തിയാക്കുന്നത് തന്നെ ഞങ്ങളുടെ ഒരു ഡ്യൂട്ടിയായിരുന്നു. അന്നത്തെ കാലത്താണ് 3 കാലയിൽ നിൽക്കുന്ന ബോർഡുകളാണ്. ശരിക്കും ഒരു 3 പേർക്ക് അതിനകത്ത് നിൽക്കുക, സാറ്റ് കളിക്കുമ്പോഴൊക്കെ ഒളിച്ച് നിൽക്കാവുന്ന പരുവത്തിലായിരുന്നു. അതൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഇപ്പോൾ. ഓരോ ഉരുളയ്ക്കൊപ്പവും ഇവരുടെയൊക്കെ മനസ്സ് 4 പതിറ്റാണ്ട് പിന്നിലേക്ക് പോവുകയാണ്. ഒപ്പം ഒരുപാട് ഓർമ്മകളും. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഈ പൊതിച്ചോറെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഷിനോജ സത്യത്തിൽ നാവിൽ വെള്ളം വരും. ഇത് ഓർക്കുമ്പോൾ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തേങ്ങാച്ചമ്മന്തി അല്ലെങ്കിൽ എന്തെങ്കിലും തോരനൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം ചോറുണ്ണുമ്പോൾ ഇതെല്ലാം വളരെ കുറച്ച് എടുത്തിട്ട് അവസാനം കുറച്ച് ചോറും കുറേ ചമ്മന്തിയും കുറേ തോരനും കൂടി ഒരുമിച്ച് ചേർത്തൊരു പിടുത്തമുണ്ട്. അത് എല്ലാവർക്കും അല്ലേ ആസ്വദിച്ച് നമ്മൾ ഏറ്റവും ആ ഊണിൻ്റെ ആസ്വദിക്കുന്ന നിമിഷമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ തിരിച്ചെടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയുക ഒരു ഭാഗ്യമാണ്. ഇത് എത്ര പേരുണ്ടായിരുന്നു? അവരാദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്കൊക്കെ വരുന്നത്? ദിവിഷെ, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകൾ, അതിൽ സംഘാടകരിൽ ആദ്യം അവർ ക്രമീകരിക്കുന്നത് ഈ ഭക്ഷണത്തിൻ്റെ കാര്യമായിരിക്കും. ഒന്നുകിൽ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലുകാരെ സമീപിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കാറ്ററിംഗ് സർവീസുകാരെ സമീപിക്കും. എന്നാൽ ഇവിടെ ഏറ്റുമാനൂർ ടൗൺ UP സ്കൂളിൽ 1984 പഠിച്ച ആൾക്കാരാണ്. ഇവർ ഒത്തുകൂടാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ആദ്യം തീരുമാനിച്ച കാര്യമാണ് ഇത്തരത്തിൽ എങ്ങനെയാണോ 40 വർഷം പിന്നിൽ അവർ പഠിച്ച സമയം, ആ സമയത്ത് പൊതിച്ചോറുമായി വന്നതുപോലെ ഇത്തവണയും ഈ പൂർവ്വവിദ്യാർത്ഥി സംഗമത്തിനും പൊതിച്ചോറുമായി വരാം. അങ്ങനെയാണ് നമ്മൾ അവരെ കാണുന്നത്. എന്തായാലും ഈ ഷൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ ചെന്ന സമയത്തൊക്കെ തന്നെ ഈ പൊതിച്ചോറൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ അറിയാതെ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയി എന്നതാണ് സത്യം. പ്രത്യേകിച്ച് ഈ വാട്ടിയ ഇലയിൽ പൊതിച്ചോറും അതിൽ ചോറും കറിയും മീൻ വറുത്തതും തേങ്ങാ ചമ്മന്തിയും അതുപോലെ മുട്ട പൊരിച്ചതും ഒക്കെ ആയി നമ്മൾ സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് ഈ പൊതിച്ചോറ് തുറക്കുമ്പോൾ കട്ടുന്നൊരു മണമുണ്ട്. ആഹാ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു മണം ഇപ്പോൾ ഈ സ്റ്റീൽ പാത്രമൊക്കെ തുറന്നാൽ പോലും അതിൽ ഭക്ഷണം കൊണ്ടുപോകുന്ന സമയത്ത് പോലും ആ ഒരു ഫീല്, ആ ഒരു നൊസ്റ്റാൾജി ഒന്നും കിട്ടത്തില്ല. അത്തരത്തിലുള്ള കുറേ ഓർമ്മകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഏറ്റുമാനൂർ ടൗൺ UP സ്കൂളിലെ ഈ 40 പേരെയും, അതായത് ഇന്ന് വന്നിട്ടുള്ള 40 പേരെയും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ന് സന്തോഷപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള നിമിഷങ്ങളായിരുന്നു അവിടെ നടന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് പൂർവ്വവിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ ഇനിയും ഉണ്ടാകട്ടെ. സന്തോഷം, സുഹൃത്ത് ബന്ധം അതൊക്കെ വീണ്ടും തുടർന്നു പോകട്ടെ. ഇത്തരത്തിലുള്ള പഴയ ഓർമ്മകൾ, അതായത് ഈ പൊതിച്ചോറ് പോലുള്ള നൊസ്റ്റാൾജി തരുന്ന അത്തരത്തിലുള്ള പഴയ ഓർമ്മകളൊക്കെ ഒരു കാലത്ത് നമ്മുടെയൊക്കെ നാട് ആയിരുന്നു എന്ന് ഇപ്പോഴത്തെ തലമുറയൊക്കെ ഇത്തരത്തിലുള്ള ഈ ചെറിയ നിമിഷങ്ങളിലൂടെ ആയിരിക്കും ഒരുപക്ഷെ അറിയുന്നത് തന്നെ. എന്തായാലും ഇപ്പോഴത്തെ ആളുകൾക്ക് പൊതിച്ചോറിനോടൊക്കെ ഉള്ള ഒരു കമ്പം അത് ചില കടകളൊക്കെ മുതലാക്കുന്നുണ്ട് അവരല്ലേ. പൊതിച്ചോറ് അല്ലെങ്കിൽ ചട്ടിയിൽ പൊറോട്ടയും ചിക്കനും അങ്ങനെ പലവിധ കാലങ്ങളുണ്ട്. അപ്പോൾ ഇത് കണ്ട് കൊതി വരുന്നവർ നാളെ വേണമെങ്കിൽ അല്പം വാഴയില വാട്ടിയെടുത്ത് ചോറൊക്കെ പൊതിഞ്ഞ് ഓഫീസിലോ സ്കൂളിലൊക്കെ കൊണ്ടുപോവുക. ശരി ഷിനോജ.